ഇന്നലെ അദ്ദേഹം സാധാരണ ഈസ്റ്റർ ദിനത്തിൽ നഗരത്തോടും ലോകത്തോടും നൽകുന്ന ഒരു സന്ദേശം അത് അദ്ദേഹം നിർവഹിച്ചു. ആ സാഹചര്യത്തിലാണ് ഇന്ന് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ആ വിയോഗം ലോകം കേൾക്കുവാനായിട്ടിടയായത്. വളരെയേറെ ആദരവും ബഹുമാനവും നന്ദിയുമാണ് ഫ്രാൻസിസ് പാപ്പയെ സ്മരിക്കുന്നത് ഈ സന്ദർഭത്തിൽ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. കാരണം അദ്ദേഹം നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമാകുന്നതിൻ്റെ പിന്നിൽ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ഏറ്റവും മാതൃകയായി അദ്ദേഹം സ്വീകരിച്ചത് വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള യേശുക്രിസ്തുവിനെ തന്നെയാണ്. യേശുവിനെ ഏറ്റവും നന്നായി മനസ്സിലാക്കുകയും അനുഭവിക്കുകയും ആ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായിട്ട് കത്തോലിക്കാ സഭയുടെ പരമാചാര്യനായിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ആ നിയോഗം വളരെ വിശ്വസ്തയോടുകൂടി അദ്ദേഹം നിർവഹിച്ചു. ചുരുക്കത്തിൽ എനിക്ക് തോന്നുന്നത് സുവിശേഷത്തിൽ കാണുന്ന ക്രിസ്തുവിനെ അതിൻ്റെ എല്ലാ ചൈതന്യത്തിനും സ്വാംശീകരിക്കുവാനായിട്ട് ശ്രമിച്ചു. അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. വിശ്വസ്തതയായിരുന്നു അദ്ദേഹത്തെ വിളിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തുവിനോടുള്ള വിശ്വസ്തത, യേശുവിൻ്റെ സന്ദേശത്തോടുള്ള വിശ്വസ്തത. അത് ഇന്നത്തെ ലോകത്തിൽ വർത്തമാന കാലത്തിൽ ഏറ്റവും നല്ല രീതിയിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ വാക്കുകൾ കൊണ്ട് എന്നതിനേക്കാൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹം പരിശ്രമിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും സഭാസമൂഹത്തിനുള്ളിലും ലോകത്തിനും അദ്ദേഹം പുതിയ ജീവിത ശൈലികളും പുതിയ സമീപനങ്ങളുമാണ് സംഭാവന നൽകിയിരിക്കുന്നത്. ഏത് ജീവിത തുറയിലുള്ളവർക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആ മാതൃകയും അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തന ശൈലിയും ഇടപെടുന്ന രീതികളുമെല്ലാം ഏറ്റവും പ്രാധാന്യത്തോടു കൂടി അനുകരിക്കാവുന്നതാണ്, സ്വീകരിക്കാവുന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ സഭാ സമൂഹത്തിനുള്ളിൽ തന്നെ അദ്ദേഹം റിന്യൂവലിന് വേണ്ടി, നവീകരണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ വളരെ ആത്മാർത്ഥതയോടുകൂടി അദ്ദേഹം നിർവഹിച്ചിട്ടുള്ളത്. പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആ കാലത്ത് തന്നെ, ആ ദിവസം തന്നെ പതിവ് പോലെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പാപ്പ ജനങ്ങളെ കാണുവാൻ പത്രോസിൻ്റെ ബസിലിക്കയുടെ ബാൽക്കണിയിൽ വന്നു നിൽക്കുമ്പോൾ അവിടെ അന്ന് കൂടിയ ജനസമൂഹത്തെ അതിശയപ്പെടുത്തുമാറ് അദ്ദേഹം ജനത്തെ ആസ്വദിക്കുന്നതിനു പകരം ബ്ലസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ജനങ്ങൾ അദ്ദേഹത്തെ ബ്ലസ് ചെയ്യാനായിട്ട് അദ്ദേഹം ശിരസ് നമുക്ക് നിന്നത് എല്ലാവരെയും ആകർഷിച്ച ഒരു ജസ്റ്ററാണ്. അത് വളരെയേറെ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. അദ്ദേഹത്തിൻ്റെ അതറിയാം, അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്ന ആ ചുമതല നിർവഹിക്കുവാനായിട്ട് ജനങ്ങളുടെ, ആളുകളുടെ അവരിലുള്ള ഈശ്വര ചൈതന്യത്തിൻ്റെ അനുഗ്രഹം തനിക്ക് ആവശ്യമാണ് എന്നൊരു തിരിച്ചറിവായിരുന്നു അത്. അതുപോലെ തന്നെ അദ്ദേഹം സ്വീകരിച്ച ആ പേര്, ഫ്രാൻസിസ് എന്ന പേര്, അത് വളരെയേറെ സന്ദേശം ലോകത്തിൽ നൽകുന്ന ഒരു സ്റ്റെപ്പായിരുന്നു. അതായത് അസീസിലെ ഫ്രാൻസിസ് സേവ്യറിൻ്റെ ജീവിത ശൈലി, ക്രിസ്തുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വലിയ വിഷയത്തിനാണ് അസീസിലെ ഫ്രാൻസിസ്. അദ്ദേഹത്തിൻ്റെ ആ ചൈതന്യം, അദ്ദേഹത്തിൻ്റെ ആ ദാരിദ്ര്യ അരൂപി, പാവങ്ങളോടുള്ള, പ്രകൃതിയോടുള്ള അടുപ്പും, അതൊക്കെ എല്ലാം അദ്ദേഹം അതിൻ്റെ പേര് കൊണ്ട് തന്നെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ ലോകം വളരെയേറെ പ്രതിസന്ധികളിലൂടെ പോവുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം ഏറ്റവും കാലികമായിട്ടുള്ള വിഷയമാണ്. പാപ്പ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് പ്രത്യേകിച്ച് ലോകത്തിൻ്റെ മുന്നിൽ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൽ നമ്മൾ മനുഷ്യരുടെ ഭാഗത്തു നിന്ന്, ജനസമൂഹങ്ങളുടെ ഭാഗത്തു നിന്ന്, രാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട സമീപനം അദ്ദേഹത്തിൻ്റെ ആ ചാർമിക ലേഖനത്തിലൂടെ തന്നെ 2013 തന്നെ അദ്ദേഹം ലൗദാത്തോ സി, അങ്ങേക്ക് സ്തുതി എന്നുള്ളതിലൂടെ ലോകത്തിന് മുമ്പിൽ അത് അവതരിപ്പിച്ചു. വളരെ താല്പര്യപൂർവ്വമാണ് വിവിധ ജനവിഭാഗങ്ങളും ലോകരാഷ്ട്രങ്ങളും കണ്ടത്. അടുത്ത കാലത്ത് തന്നെ വേണ്ടത്ര രീതിയിൽ ലോകരാഷ്ട്രം അതിൻ്റെ തലവന്മാർ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളത് അദ്ദേഹം അതിനെ റിമൈൻഡ് ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ സ്തുതി എന്നുള്ള രീതിയിൽ വീണ്ടും ഒരു ചാക്രിക ലേഖനം.
കാലികമായി ക്രിസ്തുവിൻ്റെ സന്ദേശം ജീവിക്കുവാനായിട്ട് ലോകത്തിന് മുമ്പിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആ പരിശ്രമമാണ് കാണിക്കുക. മറ്റൊന്ന് പ്രധാനമായിട്ടും നമുക്കറിയാം, ലോകത്തിൽ ഇപ്പോൾ വ്യത്യസ്തതകൾ നിറഞ്ഞു നിൽക്കുന്ന ജനവിഭാഗങ്ങളും സമൂഹങ്ങളും സങ്കീർണതകൾ നിൽക്കുമ്പോൾ ലോകം പലതിൻ്റെയും പേരിൽ വിഭജിക്കപ്പെടുന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹം രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാക്രിക ലേഖനം പൊതു സമൂഹത്തിന് വേണ്ടി തന്നെയാണ്, സഭാസനത്തിന് വേണ്ടി തന്നെയാണ് നൽകിയിട്ടുള്ളത്. എല്ലാവരും സഹോദരനുള്ള ഒരു കാഴ്ചപ്പാട്. എനിക്ക് തോന്നുന്നു ലോകം ഇന്ന് നേരിടുന്ന പല പ്രതിസന്ധികൾക്കും പല പ്രശ്നങ്ങൾക്കും പരിഹാരം അന്വേഷിക്കുമ്പോൾ നമുക്ക് സ്വീകരിക്കാവുന്ന സമീപനമാണ് അദ്ദേഹത്തിൻ്റെ ആ രണ്ടാമത്തെ ചാക്രിക ലേഖനം ഈ സാമൂഹ്യ വിഷയങ്ങളുടെ പശ്ചാത്തലത്തിൽ അത് അവതരിപ്പിക്കും. ആ രീതിയിൽ നോക്കുമ്പോൾ വ്യത്യസ്തതകൾ നിറഞ്ഞ ഒരു പാപ്പയായിരുന്നു അദ്ദേഹം. എപ്പോഴും ഈ ചേർച്ച് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, സഭാസ്ഥാപനം നവീകരിക്കപ്പെടേണ്ടതാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.